ഒരേ പുഴയിൽ നിങ്ങൾക്ക് 2 വട്ടം കുളിച്ചു കയറാനാവില്ല എന്നൊരു ഹെരാക്ലീറ്റൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 2ാം വട്ടം ചെല്ലുമ്പോഴേക്കും ഇന്നലത്തെ പുഴ ഒഴുകിപ്പോയിട്ടുണ്ടാവും. കഥകളുടെ കാര്യവും അങ്ങനെ തന്നെ. ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോൾ പുതിയൊരു വിചാരമാണ് നമുക്ക് ലഭിക്കുന്നത്, പുതിയൊരു അനുഭൂതിയാണ്. തീരെ ചെറുപ്പത്തിൽ കേട്ടുള്ള ഒരു കഥയുണ്ട്. ഗുരുവിനെ പരീക്ഷിക്കാനായിട്ട് ഒരു ശിഷ്യൻ കൈക്കുമ്പിളിനുള്ളിൽ ഒരു കിളിക്കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്ന എത്രയേ ഉള്ളൂ, എൻ്റെ ഈ കൈക്കുള്ളിലെ കിളി ജീവനുള്ളതാണോ അതോ ജീവൻ പോയതാണോ? ഗുരു അവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിൻ്റെ കൈക്കുമ്പിളിലെ കിളിയുടെ ജീവൻ നീ തന്നെ നിശ്ചയിക്കുന്നത്. കാരണം അയാൾക്കറിയാം, ജീവനുണ്ടെന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് അതിനെ ക്രഷ് ചെയ്ത് കൊല്ലാൻ പറ്റും. മരിച്ചെന്ന് പറയുമ്പോൾ കൈക്കുമ്പിളിൽ കിളിയെ പറത്തു വിടാൻ പറ്റും. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊരു സ്ട്രോങ്ങാണ്. നിൻ്റെ കൈക്കുമ്പിളിലെ കിളിയുടെ ജീവൻ നിശ്ചയിക്കുന്ന നീ മാത്രം. ഇതൊരു ചോയ്സാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഓരോ നിലനിൽക്കണമോ ഓരോന്നിന് നകന്നു പോകണമെന്നൊക്കെ ഉള്ള വലിയ ചോയ്സിൻ്റെ കഥയാണ് ജീവിതം എന്ന് പറയുക. പഴയ നിയമത്തിലൊരു വാക്കുണ്ട്, നിൻ്റെ മുമ്പിൽ എപ്പോഴും ജീവനും മരണവും വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക ഘട്ടത്തിൻ്റെയോ ഒരു പ്രലോഭന കഥയിൻ്റെയോ ഒരു ടെക്സ്റ്റ് അല്ല. അന്യനിമിഷം ജീവനും മരണവും വെച്ചിട്ടുണ്ട്. ഒരു ബുഫേ ടേബിൾ കണക്കാണ് ജീവിതം. നിങ്ങൾക്ക് നിരക്കുന്ന എന്തെന്ന് നിശ്ചയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് നിരക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തി ജീവിക്കുക എന്നുള്ളത് ഈ ആരോഗ്യത്തിനുള്ള പ്രധാനപ്പെട്ട. ബുഫേ ടേബിളിൽ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ വളരെ പിക്കിയാണ്. നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളൂ. വാസ്തവത്തിൽ ഈ നോമ്പിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അത്തരം ശരിയായ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ക്ഷണമുണ്ട്. ബറാബാസ് എന്ന് പറയുന്ന ഒരാളെ ഒരു വശത്തും യേശു എന്ന് പറയുന്ന നൈർമല്യത്തിൻ്റെ പര്യായമായ വേറെ ഒരാളെ മറുവശത്തും വെച്ചുകൊണ്ട് പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ആരെ വേണം? ഈ ചോയ്സ് വളരെ പ്രധാനപ്പെട്ട. ആ 2 പേരുടെയും വാക്കുകൂടി ശ്രദ്ധിക്കണം. അയാളുടെ പേര് ബറാബാസ് എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം ബാർ അബ്ബാസ് എന്നാണ്. ഇങ്ങനെ അപ്പൻ്റെ മകൻ എന്നുള്ള. ഒരിടത്ത് അയാളുടെ പേര് ബറാബാസാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ പറയുന്നത് എന്ത് തന്നെയാണ്, ഞാൻ അപ്പൻ്റെ മോനാന്നുള്ള. അപ്പോൾ ഏത് അപ്പൻ്റെ മോനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. ആ കുട്ടിക്കാലത്തെ കളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സംഘമായിട്ട് വന്നിട്ട് കുട്ടികൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ആരെ നിങ്ങൾക്ക് ആവശ്യം. പിന്നീടുള്ളവരിക്കകത്ത് പലയിടങ്ങളിലും പല വ്യത്യാസമാണ്. അതിരാവിലെ എന്ന് പാടുന്നവരുണ്ട്, ആദിരാവിലെ എന്നൊക്കെ പാടുന്നവരുണ്ട്, താമസമെന്ന് പാടുന്നവരുണ്ട്. എന്തായാലും ദൂതൊന്നു തന്നെയാണ്. ഈ വലിയൊരു ആൾക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഒത്തിരി സാക്ഷികളുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഓരോരുത്തരോടും ആരോ പാട്ട് ഉറക്കെ പാടുന്നുണ്ട്, ആരെ നിങ്ങൾക്ക് ആവശ്യം.